പിന്നെ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്മോയ് ദാസ്, അതായത് ബംഗ്ലാദേശിൽ കൂടുതൽ കലാപം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ചിന്മോയ് ദാസിനെ ഭയക്കുന്നത് എന്തിനും? അതായത് അദ്ദേഹം ഒരു ഹിന്ദുമത പണ്ഡിതനാണ്. അപ്പം ഹിന്ദുക്കളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ പിന്തുണയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെതിരെ ബംഗ്ലാദേശിൽ രൂക്ഷമായിട്ടുള്ള കലാപമായിരുന്നു. അപ്പോൾ 2 ദശാബ്ദം ബംഗ്ലാദേശ് ഭരിച്ച അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 5-നാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത്. ഹസീനയുടെ പതനത്തോടൊപ്പം ബംഗ്ലാദേശ് 2ാം സ്വാതന്ത്ര്യം നേടിയെന്നാണ് ഇടക്കാല സർക്കാരിൻ്റെ തലവനായി വന്ന നോബൽ ജേതാവ് മുഹമ്മദ് യൂനുസ് പ്രഖ്യാപിച്ചത്. എന്നാൽ അന്ന് മുതൽ ഹൈന്ദവർ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശിൽ തങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കുമായി പോരാടുന്നു. അതായത് എന്നാൽ അന്ന് മുതൽ അവർ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ തന്നെ ഹൈന്ദവരടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ തങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കുമായി പോരാട്ടം നടത്തുന്നുണ്ട്. ഹസീന ഇന്ത്യയുമായി നിലയുയർത്തിയിരുന്ന സൗഹൃദം ഭിന്നതയ്ക്ക് വഴിമാറുകയും ചെയ്തു. ഹസീനയുടെ വീഴ്ചയോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും തല്ലിത്തകർത്തു. തെരുവിൽ മർദ്ദനമേറ്റ ചിലർ കൊല്ലപ്പെട്ടു. അപ്പം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അവരുടെ വീടുകളും അടക്കം തല്ലി തകർക്കപ്പെട്ടു. അതുപോലെ തെരുവുകളിൽ മർദ്ദനമേറ്റിട്ട് പലരും കൊല്ലപ്പെട്ടു. അങ്ങനെ അത്രയ്ക്കും രൂക്ഷമായിട്ടുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആക്രമണങ്ങൾ ഭയന്ന് നൂറുകണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന പുരോഹിതൻ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി ഉയർന്നു വന്നത്. തെരുവുകളിൽ ആയിരങ്ങളെ അണിനിരത്തിയുള്ള പ്രതിഷേധങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പോൾ ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്നത് എന്തിനാണ് അയാളെ ബംഗ്ലാദേശ് ഭരണകൂടം ജയിലിൽ അടച്ചത്? ഇത് 1985 മെയ്യിൽ ചിറ്റോഗോങ്ങിലെ കരിയാ നഗർ ഗ്രാമത്തിലാണ് ചിന്മയ് കൃഷ്ണദാസിൻ്റെ ജനനം. 12ാം വയസ്സിൽ സന്യാസപദം സ്വീകരിച്ച ഇസ്കോണിൻ്റെ, അതായത് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഭാഗമായ ദാസ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരു വ്യക്തി. ക്ഷേത്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടതോടെയാണ് ദാസിൻ്റെ ശബ്ദം രാജ്യമൊട്ടാകെ കേട്ടു തുടങ്ങിയത്. ന്യൂനപക്ഷ ഹിന്ദു ഗ്രൂപ്പായ സമ്മിളിത് സനാതൻ ജാഗരൺ ജോട്ടിൻ്റെ വാക്താവായ ദാസ് അതിക്രമങ്ങളെ തുറന്ന് വിമർശിച്ചിരുന്നു. അപ്പം അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെല്ലാം അദ്ദേഹം തുറന്ന് നല്ല രീതിയിൽ വിമർശിച്ചിരുന്നു. ഒക്ടോബറിൽ ചിറ്റോഗോങ്ങിൽ പ്രതിഷേധ റാലിക്കിടെ ബംഗ്ലാദേശ് ദേശീയ പതാകയെ അപമാനിച്ചെന്ന കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മുൻ പ്രധാനമന്ത്രി ലളിത സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവാണ് പരാതി നൽകിയത്. തിങ്കളാഴ്ച അറസ്റ്റിലായ ദാസിൻ്റെ ജാമ്യം നിഷേധിച്ചതോടെ അദ്ദേഹത്തിൻ്റെ അനുകൂലികളും പ്രതിഷേധം പോലീസുമായുള്ള ഏറ്റുമുട്ടൽ കലാശിച്ചു. ഒരു അഭിഭാഷകന് ജീവൻ നഷ്ടമായി. ഇതിനിടെ ഇസ്കോണിൻ്റെ മതമൗലികവാദ സംഘടന എന്ന മുദ്രകുത്തി നിരോധിക്കാനുള്ള നീക്കവും അരങ്ങേറി. ഇപ്പോൾ ചിന്മോയ് ദാസിൻ്റെ അടക്കം സ്വത്തുവകകളും മരവിപ്പിച്ചിരിക്കുകയാണ്. ദാസിൻ്റെ അറസ്റ്റിലും തുടർന്നുണ്ടായ ആക്രമണങ്ങളിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചെങ്കിലും ആഭ്യന്തര കാര്യമെന്നായിരുന്നു ബംഗ്ലാദേശിലെ പ്രതികരണം. അപ്പം ഇതും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ വിള്ളലുകൾ വലുതാക്കി. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ എസ് ജയശങ്കർ മോദിനെ കാര്യങ്ങളൊക്കെ കൂടുതലും അറിയിച്ചു. അപ്പം അതിനകത്ത് ഇടപെടുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ വിള്ളലുകൾ കൂടുതലായിട്ട് വലുതാക്കി. അപ്പോൾ ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയും ദാസിൻ്റെ അറസ്റ്റ് അന്യായമാണെന്ന് കാട്ടി പ്രസ്താവന. അപ്പോൾ ഷെയ്ഖ് ഹസീനയും ചിന്മോയ് ദാസിൻ്റെയും കൃഷ്ണദാസിൻ്റെ അറസ്റ്റ് അനീതിയാണ്, അത് അന്യായമാണെന്ന് കാട്ടി പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ ഇസ്കോണിൻ്റെ മുൻ ചിറ്റോഗോങ്ങിൽ ഡിവിഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ദാസിനെ നിയമങ്ങൾ ലംഘിച്ചതിന് ഒക്ടോബറിൽ സംഘടനയിൽ നിന്ന് നീക്കിയിരുന്നു. ഇസ്കോൺ ദാസിൽ നിന്ന് അകലം പാലിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. അപ്പം ഇത് കൂടുതൽ ഈ ബംഗ്ലാദേശ് ഭയക്കുന്ന എന്താണെന്ന് പറയുമ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായിട്ടാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിക്കുന്നത്. കാരണം ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിനാണ് അദ്ദേഹം കൂടുതലായിട്ടും പ്രവർത്തിച്ചതും അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബ്ദമുയർത്തിയതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അദ്ദേഹത്തെ കൂടുതലായിട്ടും അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കൂടുതലും അദ്ദേഹം ഈ ഇടക്കാല സർക്കാർ ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമായി. അതായത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അവരുടെ വീടുകളും എല്ലാം തകർക്കുകയും അങ്ങനെ കുറേ പേര് കൊല്ലപ്പെടുകയും റോഡരികിലൊക്കെ ഇപ്പോൾ മർദ്ദിച്ച് കൊല്ലപ്പെടുകയും ചെയ്തതോടെയാണ് അദ്ദേഹം കൂടുതലും ശബ്ദമുയർത്തിയത്. അപ്പം അതുകൊണ്ടാണ് ബംഗ്ലാദേശ് കൂടുതൽ ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ബംഗ്ലാദേശ് കൂടുതലും അവരെ ഭയക്കുന്നത്.
പിന്നെ ബംഗ്ലാദേശിനോട് കടുപ്പിച്ച് ഇന്ത്യ ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണം തടയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഭീഷണികളും അക്രമങ്ങളും തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ അറിയിച്ചു. അപ്പം ഇന്ത്യയും അതിനകത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയണമെന്ന് ഇന്ത്യയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ആക്രമണങ്ങൾ. അതെ.